അല്ലാ ഒരു 8ന്റെ പണി കിട്ടി. ആ പണി എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അന്ന് വരുന്നത് കേട്ടോ. നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് ചെയ്യാറുണ്ട്, അതിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട്, അത് നിങ്ങളോട് പറയാറുണ്ട്. അതേസമയം തന്നെ നമുക്കൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അതും കൂടി നമ്മൾ പറയണമല്ലോ. ഇതാണ് സാധനം, ഒരു കുഞ്ഞ് സിലിണ്ടറും അതിന്റെ മേലെ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റവ് ഒക്കെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ ഒരു സിലിണ്ടറും അതിനിപ്പോൾ തന്നെ സ്റ്റവ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതും പോർട്ടബിൾ, വേറെ വയറും കുന്തം കുറച്ചൊക്കെ ഒന്നുമില്ല. അപ്പോൾ സുഖമായിട്ട് കൈകാര്യം ചെയ്യാമോ വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഗ്യാസ് ഇല്ലാത്ത കുറ്റിയാണ് കേട്ടോ, 2 കിലോന്റെ കുറ്റിയാണ്. ഇപ്പോൾ ഞാനിതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാസ് നിറക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തുള്ള എല്ലാ ഗ്യാസിന്റെ സ്റ്റേഷനുകൾ സമീപിച്ച സമയത്ത് അവർ ചെയ്തു തരുമല്ലോ. അത് HP കമ്പനിക്കാർ HP കുറ്റിയാണെങ്കിൽ നിറച്ചു തരും, ഇന്ത്യൻ ഓയിൽ അവരുതാണെങ്കിൽ ചെയ്തു തരും. അങ്ങനെ ഓരോ ബ്രാൻഡും അവർ മാത്രമേ ചെയ്യുള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ സ്വസ്തിക് ബജാജ് 100% സേഫ്, ഓക്കെ ടെസ്റ്റഡ്, അങ്ങനെ എന്തൊക്കെയോ സ്റ്റൗ ബർണർ സാൻഡ്രോ പെട്ട് കിടക്കുകയാണ്. 5ന്റെ അല്ല 8ന്റെ 16ന്റെ പെടൽ എന്ത് ചെയ്യാനാണ്. ഇപ്പൊ ഞാൻ ഇതും കൊണ്ട് എന്താക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. പഠിച്ചോനെ ഫില്ല് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷെ ഇതിപ്പോൾ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടില്ല, വലിച്ചെറിയാനും പറ്റില്ല, എടുത്തേക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടിട്ട് കിടക്കുകയാണ്. ഇത് തിരിച്ചോട്ടിട്ടൊക്കെ തീ കത്തിക്കലും അങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ എന്താ കാട്ടേണ്ടത്, നമുക്ക് ഒരു ചെമ്പട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലയിൽ ചെയ്യണം, മീൻ വേണേ കുറച്ച് മീൻ ഇട്ട് മീൻ വേണം, മീനേ ഇത് വേണ്ടി നടക്കായിരുന്നു. അപ്പോൾ അതിനും പറ്റൂലല്ലോ. 100ന്റെ മേലെ വില കൊടുത്തിട്ടുണ്ട്. ആക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ 5 പൈസ കിട്ടില്ല. കിലോക്ക് എത്ര 20 റുപ്യ 30 റുപ്യ ഒക്കെ ഉണ്ടാവുക. പഠിച്ചോനെ എന്റെ പൈസ പോയാൽ പോക്ക്. ചക്കക്കുരി പോലെ നല്ല സാധനം. സാധാരണ ഒരു സാധനം വാങ്ങിയാൽ അതിന് പെട്ടിയൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുക ചെയ്യുക. ഇതിപ്പോൾ ഒന്നും ഒഴിവാക്കാനൊന്നുമില്ല, ഓർമ്മക്കായിട്ട് കൊണ്ടക്കാം.